ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ജീവിതം വെറും പ്രാകൃതമായ ഗൃഹകുടുംബാദികളിൽ മാത്രം ഒഴുകി ജീവിച്ചാൽ പക്ഷിമൃഗാദികൾ ചത്തുപോകുന്നത് പോലെ നമ്മളും ചത്തുപോകും. എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്തെന്ന് ബോധിച്ചാൽ നാം അനശ്വരരായിത്തീരും. ഈ ലോകം എന്നെന്നും അങ്ങനെയുള്ളവരെ ഓർമ്മിക്കുന്നു. അങ്ങനെയുള്ളവരാണ് മഹാത്മാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നരൻ നിലനിർത്താകിലീ മഞ്ഞിൽ അവൻ ജീവിപ്പതെന്തിനാം. നമ്മുടെ ജീവിതം വിശുദ്ധമാക്കി തീർത്തില്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്നതും ജീവിക്കാതിരിക്കുന്നതും ഒരേപോലെ തന്നെയാണ്. ജീവിച്ചത് കൊണ്ടൊരു പ്രയോജനവുമില്ല എന്നർത്ഥം. അതിനാൽ നമ്മുടെ ജീവിതം വിശുദ്ധമായ വിധത്തിൽ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ആ പരമസത്യത്തെ അറിഞ്ഞ് ആ പരമാനന്ദത്തെ അനുഭവിക്കുകയും അത് മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ ആ വ്യക്തിയെ ലോകം എന്നെന്നും ആദരിക്കപ്പെടും. അപ്രകാരത്തിൽ ശ്രേഷ്ഠമായ ഒരു ജീവിതം നമുക്കുണ്ടായില്ലെങ്കിൽ പിന്നെ നാം ഇവിടെ ജീവിച്ചതുകൊണ്ട് എന്താണ് പ്രയോജനം എന്നാണ് ചോദിക്കുന്നത്. വിശുദ്ധമായ ചരിതം, വിശുദ്ധമായ ഒരു ചരിതം നമുക്കുണ്ടായില്ലെങ്കിൽ നമ്മൾ പക്ഷിമൃഗാദികൾ ചത്തുകൊഴിഞ്ഞു പോകുന്നത് പോലെ മാത്രം എന്നെ കണക്കാക്കും. വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നരൻ. അടുത്ത ഭാവിയിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി എന്നെന്നും ഓർമ്മിക്കത്തക്ക വിധത്തിൽ ആയിട്ടില്ലെങ്കിൽ പിന്നെ ജീവിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നരൻ നിലനിർത്തായിലീ മഞ്ഞിൽ. അങ്ങനെ വിശുദ്ധമായ ഒരു ജീവിതം നമ്മൾ നിലനിർത്തുന്നില്ലെങ്കിൽ ഈ ഭൂമിയിൽ അവർ ജീവിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? അങ്ങനെയുള്ള ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ ജീവിച്ചത് കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? നമുക്ക് മനുഷ്യദേഹം തന്ന സൃഷ്ടാവ് ലജ്ജിച്ചു പോകും. ഞാൻ അത്രയും അത്ഭുതകരമായ ശരീരം അവർക്ക് കൊടുത്തു. ആ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ആ സർവേശ്വരനെ അറിയാൻ നാം ശ്രമിച്ചില്ലെങ്കിൽ ഇതെല്ലാം വൃഥാവിലായിപ്പോയല്ലോ എന്ന് സൃഷ്ടാവ് കൂടി പരിതപിക്കും. അതിനിട വരുത്താതെ നാം നമ്മുടെ ജന്മലക്ഷ്യം എന്തെന്ന് മഹാത്മാക്കളെ കണ്ട് അവരോട് ആരാഞ്ഞ് ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ചാൽ ലോകത്തിനും നമുക്കും ജനങ്ങൾക്കും കൃതാർത്ഥതയായി. അത്തരത്തിലുള്ള മഹജ്ജനങ്ങൾ എത്രയോ നമ്മുടെ ഭാരതഭൂമിയിലും ലോകം മുഴുവനും ജീവിച്ചിരുന്നു. അവരെ എന്നും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. അവരെ ഇന്നും ആരാധിക്കുന്നു. അവരുടെ പേരുകൾ ബഹുമാനപൂർവം സ്മരിക്കുന്നു. അതിലൂടെ അവരുടെ ജീവനെ അവർ ഉദ്ധരിക്കുന്നു. അവരുടെ ജീവിത ലക്ഷ്യം അവർ സാക്ഷാത്കരിക്കുന്നു. അത്തരം മഹത്തുക്കളെ ഓർമ്മിച്ചുകൊണ്ട് അവരുടെ ജീവിതചര്യ കണ്ട് അതുപോലെ ജീവിച്ച് അവരും ആ അവസ്ഥയിൽ എത്തിച്ചേരുന്നു. അതിനുവേണ്ടിയാണ് നമുക്ക് ഈ മർത്യദേഹം തന്നിരിക്കുന്നത്. അത്യന്തം വിശിഷ്ടമായതാണ് മനുഷ്യ ശരീരം. വിശുദ്ധമായ ചരിതം നാളേക്കൊന്നെങ്കിലും നരൻ നിലനിർത്തായിലീ മഞ്ഞിൽ അവൻ ജീവിപ്പതെന്തിനാം.